സോ ഉല്ലാസേട്ടൻ നെൽസൺ ചേട്ടാ രണ്ടുപേർക്കും വെൽക്കം ടു ദി ഷോ. താങ്ക് യു. നമ്മൾ പുതിയ പൂക്കട ഒരുക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ. ആ അല്ല ഇതാരും ചോദിക്കാറില്ലേ പൂന്തോട്ടത്തിന് കാവൽക്കാരായിട്ട് ഞങ്ങൾ അവിടെ പോയിരിക്കാം. എന്താ? ഓ ഞാൻ പൂന്തോട്ടത്തിന്റെ ഉടമസ്ഥർ എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കാവൽക്കാരാവാനാണ് താല്പര്യം. നമുക്ക് അങ്ങനെ കാവൽക്കാരൻ. അതെ, ഉദ്യാനപാലകൻ. അതെ, നല്ല വശം. മമ്മൂക്ക വരെ ചെയ്ത വേഷമാണ്. അപ്പൊ അവിടെ പോയിരുന്നോളൂ രണ്ടുപേരും. സ്കിറ്റുമായി വേദിയിലേക്ക് എത്തുന്നു ടീം സൂപ്പർ ജോക്കേഴ്സ്. എന്തോ ഇത്? ഇതാരും ഇവിടെ കൊണ്ടുവച്ചേ? ആഹാ, കൊള്ളാല. എന്റെ മുറ്റത്ത് ഈ കിഴിക്കെട്ട് കൊണ്ടുവയ്ക്കാൻ മാത്രം ധൈര്യമുള്ളവനാ. എന്തോ ഇത്? ഇനിയിപ്പോ വല്ല കള്ളന്മാര് എങ്ങാനും. അത് വഴിയില്ല. എന്തോ ഒരു ചെയ്തു വെച്ചേക്കുന്നേ. എന്റെ ദൈവമേ, ആ നിധി. അയ്യോ, ഇന്നലെ ഞാൻ പുലർച്ചെ സ്വപ്നം കണ്ടതാ. അയ്യോ നിധി, ഈശ്വര ദൈവമേ, ഈശ്വരന്മാരെ എന്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടല്ലോ. എനിക്ക് നിധി കാണിച്ചു തന്നു. അയ്യോ, ആരെങ്കിലും ചേട്ടാ, ചേട്ടാ. ഓ, ഈ മനുഷ്യൻ ആവശ്യം നേരത്തെ ചെവി വെക്കൂല. സുധാകരേട്ടാ, ഇതെവിടെ മനുഷ്യൻ നിങ്ങളെ? നീയായിരുന്ന? ഞാൻ വിചാരിച്ചു നമ്മളെ ടർക്കി കോഴിനെ പട്ടി പിടിച്ചിരിക്കും. പിന്നെ അതെ, ഈ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കൂ? പിന്നെ ഫലിക്കും. എടി, നിന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ 30ാമത്തെ വയസ്സിൽ ഇതുപോലെ വെളുപ്പാൻ രാവിലെ ഞാൻ ഒരു സ്വപ്നം കണ്ടായിരുന്നു. എനിക്ക് വലിയൊരു അപകടം ഉണ്ടാവുന്നു. ആ, അതാണ് നീ. അയ്യടാ മനുഷ്യ, കല്യാണത്തിന് മുമ്പ് എന്റെ പിന്നെല്ലാം നടന്നത് നിനക്ക് ഓർമ്മയില്ല അല്ലേ? അത് പിന്നെ കൊച്ചിലെ മുട്ടായിനുമ്പോ നമ്മൾ അറിയണം, വലുതാകുമ്പോ പല്ല് കേടാവും. ആ ശരി, നിങ്ങളൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ദേ, ഒരു സന്തോഷ വർത്താനുണ്ട്. നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സത്യം? ആ, എന്റെ പൊന്നു ഭഗവാനെ, കല്യാണം കഴിഞ്ഞിട്ട് 6-7 മാസമായി. എന്തായാലും എനിക്കൊരു കുഞ്ഞിക്കാരി കാണാൻ പറ്റില്ല. എനിക്ക് വളരെയധികം സന്തോഷം ഭഗവാനെ. നീ ഇനി ഒരു ജോലിയും ചെയ്യണ്ട കേട്ടാ. നീ തൂക്കൊന്നും വേണ്ട, നീ അവിടെ പോയിരി കേട്ടോ. വയറ് നോക്കണം കേട്ടാ. നിനക്ക് എന്തൊരു വേണം, വല്ല പുളിയാ മാങ്ങയൊക്കെ വേണമെങ്കിൽ പറ, ഞാൻ മേടിച്ചു തരാം. അയ്യടാ, പറഞ്ഞു തീർന്നാ എന്റെ മനുഷ്യ? അതല്ല, ദേ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറഞ്ഞില്ലേ, നമുക്ക് നീതി കിട്ടി. ഓടി മാറി. പിന്നെ നീ ഇവിടെ വീട്ടിൽ ചേട്ടാ, ഞാൻ ചേട്ടനോട് പറയാറില്ല ഞാൻ എന്നൊരു സ്വപ്നം കാണാറുണ്ടെന്ന്. നീ ആരെയാണ് സ്വപ്നം കാണുന്ന എനിക്കറിയാം, അത് നീ എന്നോട് പറയാൻ. അതല്ല, ആ സ്വപ്നം ഫലിച്ചു. നീതി കിട്ടിയെന്ന്. നിനക്ക് എവിടെ നിന്ന് നിധി കിട്ടിയെന്ന്? നമ്മുടെ മുറ്റത്തുനിന്ന്. പിന്നെ നമ്മുടെ മുറ്റത്ത് ആരും നിധി കൊണ്ടിടണം. നീ പോടി, ചുമ്മാ ആവശ്യമില്ല പറ്റി. മനുഷ്യനെ ഞാൻ എന്ത് പറഞ്ഞു മനസ്സിലാക്കാൻ? എന്റെ ദൈവമേ, ഇത് മനുഷ്യ നിധി കിട്ടി. കാണിച്ചു തരണോ? നോക്കട്ടെ. നീതിയും പുല്ലൊന്നും അല്ല, വേറെ ഇത് നീതിയാണ്. പിന്നെ നീതിക്ക് ഇങ്ങനെ നീളമൊന്നുമില്ല. ഇതില് നിറച്ച് സ്വർണ്ണനാണയം. അയ്യോ, ചിലപ്പോ അറിയാൻ പറ്റൂല. അതെ ചേട്ടാ, നമ്മുടെ കഷ്ടപ്പാടൊക്കെ കണ്ടിട്ടേ ദൈവം നമുക്ക് തന്ന സമ്മാനാണത്. അയ്യോ, ഇവിടെ വെച്ചല്ല, അകത്ത് വെച്ച്. സുധാകര, സുധാകര. അയ്യോ ഏട്ടാ, ഇതാണ്ട് ഒരു അശരീരി കേൾക്കുന്നു. അത് അശരീരിയൊന്നും അല്ല, ആശാരി ബാബുവാണ് എന്നെ പണിക്ക് വിളിക്കുന്നത്. സുധാകരണ്ണ, നിങ്ങൾ ഇന്നലെയും പണിക്ക് വരാന്ന് പറഞ്ഞ തേച്ച്. അത് പോട്ട് ഞാനും 2 ദിവസമായിട്ട് പണിക്ക് പോണില്ല. ഇപ്പൊ ഞാൻ വന്നത് എനിക്കൊരു 10,000 രൂപ വേണം കടമായിട്ട്. നമ്മളെ പൈസ ഒന്നും ഇടാ. നീ പോ. പക്ഷേ അതെന്തോന്നാണ്, എനിക്ക് അത്യാവശ്യമാണ്. കടമായിട്ട് 10,000 രൂപ ആണ്. എടാ, നമുക്ക് അടുത്തോട്ട് വരാൻ നമുക്ക് 2 പനിയാണ്, പടരും. പോ. പനിയായിട്ട് നിങ്ങൾ ആശുപത്രി പോകുന്ന ഞങ്ങൾ പോവാൻ നിൽക്കുവാ. എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ. ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കെട്ടിയിട്ടില്ല. അതിന് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ. അപ്പൊ എന്തോ ഉണ്ട്, എന്തോന്നാ വിളിക്കണേ എന്നെ? വേറെ ഒന്നുമില്ലടാ. എന്തോ ഉണ്ട്, എന്തോന്നാ പറയണ? എടാ, വേറെ ഒന്നുമില്ല. നിനക്ക് പൈസയുടെ അത്യാവശ്യം തരും. പൈസയുടെ അത്യാവശ്യം വേറെ ഒന്നുമല്ല. ഇന്നലെ സഹോദരിയുടെ വീട്ടില് അവള് രാവിലെ ഇങ്ങനെ മുറ്റം അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ചുമല പട്ടിൽ എന്തോ കൊണ്ട് ആരോ ഇട്ട്. അവള് തുറന്നു നോക്കിയപ്പോ മുട്ട, കോഴിത്തല, കുറെ ഭസ്മം, എന്തൊക്കെയോ. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതും പറഞ്ഞുകൊണ്ട് അളി ഇന്നലെ റോഡിലോട്ട് ഇറങ്ങിയപ്പോതാ കാറടിച്ച് 2 കൈ ഒടിഞ്ഞപ്പോ വീട്ടിൽ കിടക്കുക കളി. എന്തോ ഇവിടെ തൂത്തോടെ നമുക്ക് കിട്ടിയടാ.
ഇതുപോലത്തെ ഒരു സാധനം തന്നെ സഹോദരി തൂത്തോടുത്തപ്പോൾ കിട്ടിയത് തന്നെ. ഓ ഇത് കൂടോത്രം. അല്ല ഇത് നിധിയാ. എന്റെ പൊന്നി ചേച്ചി, നിങ്ങളെ ഭർത്താവ് കൂടെ തെറ്റാൻ വേണ്ടി ആരോ ഇവിടെ കൊണ്ടിട്ട കൂടോത്രം. അതൊക്കെ പറഞ്ഞു. ഇത് ചെയ്തിടാൻ നിങ്ങൾക്ക് ആരാണ് ഇവിടെ ഇത്ര വലിയ ശത്രു? എനിക്കിപ്പോ ശത്രു എന്ന് പറഞ്ഞാൽ ഇവളെ അച്ഛൻ എന്റെ അമ്മാവൻ. എന്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ. എന്റെ അച്ഛൻ ആരാന്ന് അറിയോ നിങ്ങക്ക്? അങ്ങനെ എന്റെ അച്ഛൻ ആരാന്ന് അറിയോന്നേ? ഇതിന്റെ പേരും പറഞ്ഞാണ് സ്ഥിരം വീട്ടിലടി. നിങ്ങൾ തമ്മിൽ അടി ഉണ്ടാക്കാതാ. ഇതിനൊരു പരിഹാരം. ഇതെടുത്ത് മാറ്റില്ല, ഇവിടെ പ്രശ്നങ്ങളാവുമെന്ന്. ഇതിപ്പോ എങ്ങനെ എടുത്ത് മാറ്റാം? ഇതിപ്പോ എന്താന്ന് വെച്ചാൽ എടുത്ത് ചെയ്യാം അങ്ങോട്ട്. അടാ തുടരുത്. കണ്ട സ്ഥിതിക്ക് ഇനി തൊട്ട അത് പണിയാണ്. അതുകൊണ്ട് അത് തുടരുത്. ഇനിയിപ്പോ എന്തൊരു ഇവിടെ ഇനിയിപ്പോ എന്തോന്ന് ചെയ്യാ? ഒരു കാര്യം ചെയ്യാം. എന്തായാലും ദൈവമായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. സഹോദരി വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ ഇത് പരിഹരിച്ചത് നമ്മുടെ കുട്ടായി മന്ത്രവാദി. കൊട്ടല്ല കുട്ടായി. കുട്ട മന്ത്രവാദി ഉണ്ട്. ഞാൻ കുട്ട മന്ത്രവാദി വിളിക്കാം. മന്ത്രവാദി വിളിച്ചാൽ മന്ത്രവാദി വരും, എല്ലാം ശരിയാക്കും. ശരിടാ. ഹലോ 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 മന്ത്രവാദി. ആ മന്ത്രവാദി, ഞാൻ ബാബു. ബാബു. ബാബുവോ? ആ ബാബു. ആ നമ്മുടെ ജംഗ്ഷനിൽ ഇപ്പൊ പുതിയതായിട്ട് താമസിക്കാൻ വന്നില്ലേ സുധാകരണ്ണ? ഓ, ഒരു സുന്ദരി പെണ്ണ കൊള്ളാമല്ലോ. അതിനെ പറ്റിയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഈ സുധാകരന്റെ വീട്ടിലൊരു ചെറിയ പ്രശ്നം, ഞങ്ങളെ സഹോദരിയുടെ വീട്ടിലുണ്ടായ അതേ പ്രശ്നം. ഒന്ന് ഇതുവരെ വരുമോ? ആ വരാം വരാം വരാം. മന്ത്രവാദി വരാൻ ഏറ്റിട്ടുണ്ട്. ഇനി നിങ്ങളൊന്നും പേടിക്കൊന്നും വേണ്ട, എല്ലാം അങ്ങനെ നോക്കിയോളൂ. എന്നാലും എന്റെ ഡൗട്ട് അതല്ലണ്ണ, ഇതാരിവിടെ കൊണ്ടിട്ട്? അതാണല്ലേ നമുക്ക് അറിയാൻ വയ്യാത്ത. ഇയാളെന്തോന്നാ പെട്ടിക്കടയല്ലേ തൂണ? എന്ത് ചുണ്ണാമ്പൊക്കെ വരുത്തി അത് ഭസ്മം പരിത്തി വെച്ചേക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. ചുട്ട കോഴിയെ പഴപ്പിച്ച ആളാണ്. അല്ല പറപ്പിച്ച ആളാ അങ്ങനെ. അങ്ങനെ അയ്യ. അപ്പൊ ആരാ വിളിച്ചെന്നെ? ഞാനാ വിളിച്ചത്. അണ്ണനാ പ്രശ്നം. നിങ്ങൾക്ക് വേണ്ടിട്ടാണോ? അപ്പൊ ഇവിടെ നിങ്ങളെ കിണർ ഏത് ഭാഗത്തായിട്ടാണ്? വീട്ടിന്റെ പുറത്താണ് കിണറ്. പിന്നെ വീടിന്റെ പുറത്തല്ല, അകത്താരെയും കൊണ്ട് കിണർ വെക്കോ? എന്താ ഇയാൾ ഈ പറയണേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി കാലുമേലും ഒക്കെ കഴിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ആ കിണറ്റില് വെള്ളമില്ല കേട്ടോ. നിങ്ങളൊക്കെ ഇത് എന്താ വെള്ളമുള്ള ഭാഗത്തല്ലേ കിണർ കുഴിക്കേണ്ടേ? അറബിക്കടലിൽ തോനെയും വെള്ളം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആരെങ്കിലും അവിടെ പോയി കിണർ കുഴിക്കണം. ആളൊരു രസികനല്ലേ? അതെ. പിന്നെ ഞാൻ അതെ അവിടുന്ന് ഇങ്ങനെ നോക്കി പറയോ? എവിടെ അതല്ല അങ്ങ് നോക്കി പറയോന്ന്. എങ്ങനെയാണ്? അതല്ല മന്ത്രവാദി, ഈ ഗണിച്ച് പറയോന്ന്. ഗണിച്ചു നോക്കോന്നോ? നോക്കും. ഗണിച്ചു നോക്കാൻ അറിയാം എനിക്ക്. പറഞ്ഞോ. ഗണിച്ചു നോക്കാം. മകം നാള് നല്ലതാണോ? മകൻ നാളാണോ? മകൻ പിറന്ന മങ്ക, പൂരം പിറന്ന പുരുഷൻ. എന്താ ചേർച്ച? അയ്യോ അതെനിക്കും എന്റെ സുധാകരന്റെ നാള് മൂല. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ നാളാ പൂരം. എന്താ ചേർച്ച? അതെ, കൊച്ചിനെ എടുക്കാൻ വന്നാൽ കൊച്ചിനെ എടുത്താൽ മതി, അല്ല തള്ള എടുക്കണ്ട. നല്ല രസികനാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എന്നെ ഇവിടെ ചെറിയൊരു വിഘ്നം ഞാൻ കാണുന്നു. ഇവിടെ ആരെങ്കിലും വാഹനം ഓടിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഐ മീൻ ഇരുചക്രം വാഹനം. അയ്യോ എന്റെ ചേട്ടൻ ചാവാറായേ. എന്റെ ചേട്ടൻ ചാവാറായേ. മറന്നല്ല, ഞാൻ നിങ്ങൾ വിളിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാൻ പോന്നു. എന്റെ കവടിയും ശംഖു കൊടുത്തില്ല. വീട് വരെ ഒന്ന് പോയിരുന്നെങ്കിൽ പെട്ടെന്ന് ഇത് എടുത്തോണ്ട് വരായിരുന്നു. അപ്പൊ അതൊന്നും എടുക്കാതാണ് ഇങ്ങോട്ട് വന്നത്. അല്ല കുഴപ്പമില്ല, ഒരു കവടി ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ വിഷയമില്ലല്ലോ? ഓക്കെ അല്ലോ? അയ്യോ അതൊക്കെ പോട്ടെ. ഇവിടെ കന്നിമൂല ഏത് ഭാഗത്തായി വീടിന്റെ? വെള്ളിമൂങ്ങ. വെള്ളിമൂങ്ങ അല്ല, കന്നിമൂല. കന്നിമൂല എവിടെയാണ്? ആ മൂലയ്ക്ക് വല്ല കാണൂടാ. അവിടെ പോയിട്ട് ഒരു പിടി വെണ്ണം ഇങ്ങോട്ട് വരക്കൊണ്ട് വരിക. ഞാനോ? പിന്നെ ഞാനോ? പോക്കോടാ. അതെന്താ അവനെ പറഞ്ഞു വിട്ടാ അങ്ങോട്ട്? ഞാനിവിടെ വന്നപ്പോഴേ അവന് ശ്രദ്ധിക്കണം. അവന് ചെറിയൊരു പണി ഞാൻ കൊടുത്തത് തന്നെ. അവൻ പോയിട്ട് പിന്നെ എന്തിനാ ഈ വീടിന്റെ കിഴക്ക് ഭാഗം ഏതാണെന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ കിഴക്ക് ഭാഗം. കിഴക്ക് എവിടെ? 3 കിഴക്കുണ്ടോ അവിടെ? അല്ല, നമ്മളിപ്പോ ഈ ഇടയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്, പുതിയതായിട്ട് വന്നത്. അപ്പൊ അറിയാൻ വയ്യ. അതാണ് ഒരു അടി ഞാൻ അടിച്ചാൽ തെക്കോടക്കണ വീഴും. പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട് കിഴക്ക്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? നിങ്ങൾ കുറെ കാലം കൊണ്ട് ആ വിചാരം പൂജായിട്ട് നടക്കണല്ലേ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇവരെ കിഴക്ക്? നിങ്ങളെ വീടിന്റെ കിഴക്ക് ഏതാണ്? അത് 16-ാം പാട്ടല്ലേ? അവിടുത്തെ കിഴക്ക് വേറെ. ഇത് 6-ാം പാട്ട്. അത് നമ്മളെ മിസ്റ്റേക്കാണ്. ഒന്നാമത് ഞാൻ കീഴും കിടക്കില്ല, നിൽക്കണം. എന്നെ കൂടെ വട്ട് പിടിപ്പിക്കരുത്. പറഞ്ഞാൽ അപ്പൊ നോക്കട്ടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ റെഡിയാക്കി തരാം. ഓക്കെ. എവിടെ ചെന്നാലും ആദ്യം ഈ സാധനം കിട്ടയില്ല. ശശിവർണം ചതുർപ്പുതേ ശശിവർണം. ശശി വരൂല. ശശി വരൂല. അവൻ പറഞ്ഞു നിങ്ങൾ എന്നെ വട്ട് പിടിപ്പിക്കരുത്. ഇത് ശ്ലോകത്തിന്റെ ആദ്യ ഭാഗമാണ്. പറഞ്ഞു മനസ്സിലായി? ശുക്ലാംബരം ശശിവർണം പ്രത്യേകം പ്രതിവേശതേ നരസരിതമാത്മനം കിന്നുമേ ഭസ്മിതുല്യം നാരീണാന്റെ മനോഹരം ശ്രമകരം അതെന്റെ ഭാര്യയാണ്. അല്ലേ? അവരുടെ ബാധ ഒഴിപ്പിക്കാനല്ലേ എന്നെ വിളിച്ചേ? അതൊരു ഒഴിയാവാതെയാണ് പോകൂല.
അങ്ങനെ സംഭവം. പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചെന്ന് പറയും നിങ്ങള്? സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കണ്ട, ഇത് കണ്ട ഇവള് തൂക്കാൻ വന്നപ്പോ ഇവിടെ കെട്ടിക്കൊണ്ടിട്ട് ഇതിനകത്ത് ഇതെന്തെന്നറിയാം. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമാണ്? ഞാനിവിടെ വന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പരിഹാരം ഞാൻ കാണത്തില്ല. വന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചില്ലല്ലോ ഇത് പറയാൻ. സംഭവം എന്താ? സംഭവം എന്താ അറിയാൻ നിങ്ങളെ വിളിക്കേണ്ട കാര്യം. നീയും രസികനാ, ഇവിടെ എല്ലാവരും രസികൻ. ഇന്ന് നീയും കൂടെ ഉള്ള രസികത്തിയാവാൻ. അയ്യോ, ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത യുദ്ധാനമധർമ്മസ്യ. അപ്പോഴേ ഇത് പേടിക്കാനായിട്ടൊന്നുമില്ല. ഇത് നിസ്സാരമായൊരു കിണ്ടിയാണ്, മനസ്സിലായില്ലേ? ഇത് എങ്ങനെ ഇവിടെ വന്ന് പെട്ടതാണ്. ഇത് ഞാൻ നോക്കിയിട്ട് എൻ്റെ കയ്യിൽ നിൽക്കുമെന്ന് തോന്നുന്നില്ല കേട്ടോ. വലിയ വെയിറ്റ് ഒന്നും ഇല്ല ഇതിനിപ്പോ. അല്ലെന്ന്, ഈ മന്ത്രത്തിന്റെ ഇത് വെച്ച് എനിക്ക് എന്റെ മന്ത്രത്തിൽ പോകില്ല ഇത് സംഭവം. അങ്ങനെ അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു മൂളമുള്ള ഒരു മന്ത്രം അവരെ കൊണ്ടുവന്ന് റെഡിയാക്കിയ പോലെ. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നത്? അപ്പൊ ഞാൻ പെട്ടെന്ന് ഇഞ്ഞ് കയറി പോന്നതല്ലേ. ഒരു കാര്യം ചെയ്യാം, എന്തായാലും നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, കിണ്ടിയല്ലേ, വേറെ വിഷയങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാത്തിനും കാരണം നിങ്ങൾ ഈ ഭാര്യയാണ്. എല്ലാത്തിനും കാരണം കയറ്റി ഇവിടെ അവൾ അങ്ങോട്ട് ഇവിടെ പിടിച്ചു ചേർത്താൽ കയറി പോടി. കൊച്ചേ, നിന്റെ അടുത്താണ് കയറി പോകാൻ പറഞ്ഞത്. നിനക്കാണ് നേരത്തെ പറഞ്ഞത് അവളെ കയറി പോകത്തില്ല. ഇല്ല, ഞാൻ പറയാൻ വന്നല്ലേ. ആ സാറാ, സാറെന്താ സാറേ ഇവിടെ? അപ്പുറത്തൊരു ചെറിയ പെറ്റി കേസ് ആയിട്ട് വന്നതാണ്. എന്താ ഇവിടെ ഒരു ബഹളവും ഇവിടെ വേറെ ഒന്നുമില്ല. ഇവിടുത്തെ ചേച്ചിയെ രാവിലെ മുറ്റം അടിക്കാൻ ഇറങ്ങിയപ്പോ ഇവിടെ ഒരു കിഴി കിട്ടി. ഈ കിഴി തുറന്നു നോക്കി വേറെ പേടിക്കാൻ മാത്രമൊന്നുമില്ല. അത് ഒരു കിണ്ടിയായിരുന്നു. ഇനിയിപ്പോ അത് പുരാതന കാലത്തെ പോലെ സാധനമാണെങ്കിൽ നമ്മൾ ഇതിന്റെ പിറകെ കിടന്ന് തൂങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കുന്നു. അല്ല, ഇങ്ങനെ വല്ല സാധനമൊക്കെ കളഞ്ഞു കിട്ടിയാലേ അപ്പോഴേ സ്റ്റേഷനിൽ അറിയിക്കണ്ടേ? അറിയിക്കാൻ വന്നപ്പോഴേ സാറിന് ഇവിടെ വെച്ച് കണ്ടത്. ഒരു കാര്യം ചെയ്, ബൈജു സാറ് വണ്ടിക്കകത്തോണ്ട് ഞാൻ വിളിക്കാം സാർ. കിണ്ടി വൈജുവാ? കിണ്ടി ബൈജു നിങ്ങൾക്ക് അറിഞ്ഞോടാണ് അങ്ങനെ ഇരട്ട പേര് കിണ്ടിന്നാണ്. അങ്ങനെ എങ്ങാൻ ഇത് വന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കളിയാക്കണം പറഞ്ഞാൽ അങ്ങനെ എടുത്ത് ഇടിക്കും. അല്ല, ഒരു കാര്യമുണ്ട്, നമുക്ക് കിണ്ടിന്ന് പറയണ്ട, ഇത് കാണിക്കാലോ, കിണ്ടി കാണിക്കാലോ. ഇതൊന്നും കാണിക്കൊന്നുമില്ല. ഒരുത്ത അവിടെ കിണ്ടി വിൽക്കാൻ വന്നവരെ പിടിച്ചെടുത്തിട്ട് അകത്ത് ഇടിച്ച് റെഡിയാക്കിയിട്ടൊക്കെയാണ് അങ്ങേര്. കിണ്ടി ഇത് പറഞ്ഞു പോലുമില്ല. കിണ്ടി എന്ന് കേട്ട അങ്ങനെ ഭ്രാന്താണ്. എന്ത് സാധനമാണ് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ കാണിക്കണ്ടേ? തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ ഒഴിവാക്കി വിടാനേ നിവർത്തിയുള്ളൂ, അല്ല വേറെ ഒരു വഴിയില്ല. മറച്ചു വെക്കാം. മറച്ചു തീപാറും താനെ കളിമാറും കൂടെ ഇടിമിന്നൽ എന്താ സംഭവം? അല്ല സാറേ, അത് പിന്നെ ഇതായിട്ടുള്ള എന്തായിട്ടുള്ള അല്ല, പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് തൂക്കാൻ ഇറങ്ങി. ഏത് കുഞ്ഞു തൂക്കാൻ ഇറങ്ങി? ഇവിടുത്തെ ഈ വീട്ടിലെ കുഞ്ഞ്. ഈ വീട്ടിൽ കുഞ്ഞുങ്ങളുണ്ടോ? അതല്ല, ഇയാളുടെ ഭാര്യ ഓ തൂക്കാൻ ഇറങ്ങിയപ്പോ ഒരു പട്ടിൽ പൊതിഞ്ഞിട്ട് ഒരു സാധനം അത് കിട്ടി. അതാണ് സംഭവം. ഒരു സാധനം കളഞ്ഞു കിട്ടി സ്റ്റേഷനിൽ അറിയിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലേ? അല്ല, നമ്മൾ വിളിക്കാനായിട്ട് ഇരിക്കായിരുന്നു. അപ്പാണ് കോൺസ്റ്റബിൾ വന്നത്. അപ്പൊ നമ്മൾ കാര്യം പറഞ്ഞു. അപ്പൊ എന്ത് സാധനമാണ് കിട്ടിയത്? സാധനം അത് വേറെ ഇതിന്റെ ഒരു ഉണ്ട കണക്കത്തേന്ന് ഇങ്ങനെ ചെമ്പിലെ ചെമ്പമിനതോ? അതല്ലേ എന്ത് സാധനം പേരില്ലടാ, പേര് പറഞ്ഞാ. സാറേ പിന്നെ അതെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് അടുത്ത് വെള്ളമൊക്കെ വെച്ച് ഇങ്ങനെ അത് തന്നെ. ആ ഒരു കേസിലാണ് നിങ്ങൾ ഈ 3 പേരും കൂടെ വന്ന്. മനസ്സിലായില്ലേ? ശരി സാർ, നമ്മൾ ത്രിസന്ധ്യ സമയത്ത് വിളക്ക് വയ്ക്കുമല്ലോ. ഈ വിളക്ക് വയ്ക്കുമ്പോൾ അതിന്റെ താഴെയായിട്ട് നമ്മൾ വെള്ളം. മനസ്സിലായി. ഒരു ചെറിയ തിരിയുടെ കേസ് കെട്ടിനാണോ നിങ്ങൾ ഈ 3 പേരും കൂടെ ഇവിടെ കിടന്ന് ഇപ്പോൾ ഉണ്ടാക്കുന്നത്? സാറിന് മനസ്സിലായില്ല. സാർ ഒന്നുകൂടെ ഒന്ന് ഏകാഗ്രതയോടെ നിന്ന് ചിലപ്പോൾ മനസ്സിലാവും. അതായത് നമ്മളിങ്ങനെ ഈ പിന്നെ ഇലയില്ലേ, വാഴയില ഇങ്ങനെ മുറിച്ചിട്ടിട്ട് അതിന്റെ സെന്റർ ഭാഗത്ത് ഈ മംഗളകാരത്തിനൊക്കെ ഇങ്ങനെ സെന്റർ ഭാഗത്ത് ഒരു വിളക്ക് കത്തിച്ചിട്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് ചന്ദനത്തിരി. മനസ്സിലായി. അതിന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഡെഡ് ബോഡി വായിക്കാത്ത അരി മാത്രമല്ല, തലക്കരണ്ട് തേങ്ങ കൂടെ വയ്ക്കും. കാര്യം നീയൊക്കെ വള്ളപ്പത്തോട്ട് എല്ലായിട്ട് വട്ടളക്കാതെ സാധനം കിട്ടാതെ കിട്ടിയെന്ന് പറയാം. സംഭവം വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. കിളിക്കത്തിലുണ്ട്, കിളക്കത്തിലില്ല. എന്റെ സാധനമൊന്നുമല്ല. കീഴിൽ തുടങ്ങി ഇന്ത്യയിൽ അവസാനിക്കും. ഇന്ത്യയിൽ അവസാനിക്കും. കിട്ടി കിണങ്ങാൻ വേണ്ടി. നിങ്ങൾ സത്യം പറഞ്ഞാൽ കിണങ്ങാൻ വേണ്ടി കണ്ടിട്ടുണ്ടോ? കിണങ്ങാൻ വേണ്ടി നിങ്ങൾ കേട്ടോ പണഞ്ഞാട്ടോ നിങ്ങൾ കിണങ്ങാൻ വേണ്ടി അറിയാവുന്നു? എനിക്കറിയത്തില്ല. എന്താന്ന് വെച്ചാൽ നിന്റെയൊക്കെ വായിക്കാത്ത എന്തായാലും നിങ്ങൾ ചുമ്മാ വായും എന്നും പറഞ്ഞ് നിൽക്കാതെ എന്താന്ന് വെച്ചാൽ താൻ കണ്ടേ ഒന്ന് പറയണോ? ഞാൻ കണ്ടതാണ് സാർ, പക്ഷെ ഞാനത് പറഞ്ഞാലേ എന്റെ ജോലി പോകും. ഇതെന്ത് സംഭവമാണ്? ഒരു പേര് വേറെ വിഷയമൊന്നുമില്ല. സാറിന് തിരുത്താരി കളിക്കേണ്ട കാര്യമില്ല. ഞാൻ ഒറ്റ തകനം പറഞ്ഞുതരാം. വേറെ വിഷയമൊന്നുമില്ലല്ലോ. സംഭവം വേറെ ഒന്നുമല്ല.
സാറിനാണ് ഇവിടെ കളഞ്ഞു കിട്ടിയത്. ഇവിടെ സ്റ്റേഷനിൽ ചുമ്മാ ഉറങ്ങിക്കൊണ്ടിരുന്ന എന്നെ കളഞ്ഞു കിട്ടിയെന്ന് പറഞ്ഞോ? അതല്ലെന്നെ കിണ്ടിയെന്ന്. കിണ്ടിയോ? ഓ എടാ, സാറെന്തിനാ എന്നെ ഇങ്ങനെ അടിക്കുന്നേ? എന്നെ നിന്നെ എന്തിനായിട്ട് അടിക്കുന്നോ? എടാ, ഇവിടുന്ന് കളഞ്ഞു കിട്ടിയ സാധനം കിണ്ടിയാണെന്ന് എന്നോട് പറയാതെ ഇരിക്കുന്ന നാട്ടുകാരുടെ വട്ടപ്പേര് പറഞ്ഞതിനാണ് റാസ്കലേ. സാറിന് ചെയ്യണ ഒരു കിണ്ടി ഉണ്ടാക്കിയ കഥ എന്ന ടൈറ്റിൽ കൊടുക്കാവുന്ന ഒരു സ്കിറ്റോട് കൂടി ഇവരിങ്ങനെ വിജയശ്രീ ലാളിതരായി നിൽക്കുകയായിരുന്നു. രസമുണ്ടായിരുന്നു. ഒരു ചെറിയ സ്കിറ്റ് നല്ല രസമായിട്ട് പറഞ്ഞു വെച്ചു. ഉല്ലാസേട്ടാ, ഞങ്ങൾ എൻജോയ് ചെയ്തു. നല്ല സ്കിറ്റായിരുന്നു. പക്ഷെ കുറച്ച് പിന്നെ പെട്ടെന്ന് തീർന്ന പെട്ടെന്ന് തീർന്ന പോലെ. ദീപു ആയാലും മറ്റേ ഷാബു ഗംഭീരമായിട്ടോ. ഡെനീഷ് എൻട്രിയൊക്കെ ഗംഭീരമായിരുന്നു. ആ മീശ ഇങ്ങനെ പക്ഷെ ആ പോർഷനും കുറച്ച് കുറഞ്ഞു പോയെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പെട്ടെന്ന് തീർന്ന പോലെ തോന്നി കേട്ടോ. ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കുറച്ചുകൂടെ അത് കാണാൻ ആഗ്രഹിച്ചിരുന്നു. അത് പെട്ടെന്ന് തീർന്നു പോയി. മൊത്തത്തിൽ നല്ല സ്കിറ്റായിരുന്നു. അടിപൊളി. ദീപു അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല തകർത്തു. നല്ലൊരു സ്കിറ്റായിരുന്നു. ഒരു കിണ്ടിയിൽ ഈ പറഞ്ഞ പോലെ ഒരു കിണ്ടി വെച്ചിട്ടുള്ള സംഭവം സന്ധ്യയൊക്കെ നന്നായി ചെയ്തു. നിങ്ങൾ 4 പേരും ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു. നല്ല അടിപൊളി സ്കിറ്റായിരുന്നു. ഇപ്പോഴും എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ടില്ല. ആ കിണ്ടി അവിടെ എങ്ങനെ വന്നു? കിണ്ടി ആര് കൊണ്ടിട്ടെന്നുള്ളതാണ്. അതാണ്. ആരാണ് എഴുതിയാക്കാൻ അറിയാലോ. ആരാണ് കൊണ്ടിട്ടത്? ആർട്ടുകാരാണ് കൊണ്ടിട്ടെന്ന് ഇപ്പൊ പറയൂ. കഥയിൽ ചോദ്യമില്ല. അതെ, അത് കഥാകൃത്തിന്റെ സ്വാതന്ത്ര്യമാണ്. അതെ. അപ്പൊ ഇനി അടുത്ത സ്കിറ്റിൽ ഇതിനുള്ള ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി രണ്ടാം ഭാഗം ഇറക്കാമല്ലോ. കിണ്ടി വന്ന കഥ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഓഡിയൻസിനോട് ചോദിക്കാം, ഇന്നത്തെ ഈ പെർഫോമൻസിന് നമ്മൾ ഇവർക്ക് എത്ര സ്റ്റാർസ് ആണ് കൊടുക്കുന്നത്? 4 stars ആണ്. ആർക്കും ഒരു സംശയമില്ല. എല്ലാവരും 4 എന്നുള്ളത് എഗ്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 4 stars ആണ് ഇന്നത്തെ ഈ പെർഫോമൻസിന് ഓഡിയൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനോടൊപ്പം കിട്ടുന്നത് പാലക്കാട് ജ്വൽസ് തരുന്ന 1 gram ഗോൾഡിൽ പൊതിഞ്ഞ ഒരു പൊന്നാന, ഒപ്പം 5000 രൂപയുടെ ഒരു ക്യാഷ് വൗച്ചർ. ഇവർക്ക് ഈ സമ്മാനങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് നെൽസൺ ചേട്ടനെയും ഉല്ലാസേട്ടനെയും സ്വാഗതം ചെയ്യുന്നു. പ്ലീസ്.